കുഞ്ഞിച്ചോ മിനസാൻ നാനോമിഷിൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നാനോമിഷിൻ്റെ എപ്പിസോഡ് 47 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ് വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് വീഡിയോസ് മാത്രം മതി. ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ എന്തായാലും നമുക്ക് കൊണ്ട് പറ്റുന്ന രീതിയിലേ വീഡിയോസ് എടുത്തുള്ളൂ. സോ നിങ്ങളതൊക്കെ അങ്ങനെ തന്നെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അതൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്ത കൂട്ടുകാരിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് കുറച്ച് മുമ്പത്തെ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആ ടൈമിൽ തന്നെ നമ്മുടെ ഇയോൺ പറയുകയും ചെയ്യും. അപ്പോൾ വെറുതെ അല്ല എല്ലാവരും മുൻ ഡിവൈൻ ഫിസിഷ്യനെ പറ്റി കേട്ടപ്പോൾ അത്രയധികം സന്തോഷിച്ചത്. അല്ലെന്നോ നിനക്ക് യൂണിറ്റ് ട്രീറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? സ്കാനിങ് ഡാറ്റ മാസ്റ്റർ, ഞാൻ 24 കോടി 20 ലക്ഷത്തോളം കേസസ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അത്രത്തോളോ? ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി പേഷ്യൻ്റെ തലയിൽ താങ്കളൊന്ന് കൈവെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഇയോൺ അവൻ്റെ തലയിൽ പോയി കൈവെക്കുന്നതും അവനെ സ്കാൻ ചെയ്യുന്നതും. ഇതേ സമയം തന്നെ ഞാൻ പറയുകയും ചെയ്യും, സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, റിസൾട്ട്സ് താങ്കളെ കാണിക്കുന്നു. ഈ റെഡ് ഡോട്ടുള്ള സ്ഥലത്ത് അബ്നോർമലായിട്ട് ബ്ലഡ് ക്ലോട്ട് ആയി കിടപ്പുണ്ട്. ഇത് ജനിച്ചപ്പോൾ ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. അല്ല, ഇതപ്പോൾ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും. ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കൊണ്ടുകൊണ്ട് പുതിയ സെൽസിനെ റീജനറേറ്റ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാവോ? അല്ല, നമുക്കിവിടെ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതൊന്ന് ചെയ്തു നോക്കണമല്ലോ. എങ്കിൽ ഈ കാണുന്ന പോയിന്റ്സിലേക്ക് കൈവെക്കും മാസ്റ്റർ. അങ്ങനെ ഈയനോടെ കൈവച്ചിട്ട് അവനോട് പറയുകയും ചെയ്യും, ഇത് കുറച്ച് വേദനിക്കും കേട്ടോ. അങ്ങനെയാണ് ഈയൻ അവനെ കറണ്ട് അടുപ്പിക്കുന്നത് തന്നെ. അവനട്ടെ വേദന കൊണ്ട് ഉച്ചത്തി ഒലറിയും അവൻ്റെ വായിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. മൈനർ പ്ലീസ്, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ എൽഡർ അവൻ്റെ വട്ടം കയറി നിന്നത്. നീ എന്ത് കാണിക്കണം? മുന്നിൽ നിന്ന് മാറാൻ നോക്ക് പ്ലീസ്. നമ്മുടെ മൈനർ പ്ലീസിനെ വിശ്വസിക്കേണ്ടതാണ്. പിന്നെ വിശ്വസിക്കാനോ? എൻ്റെ കൊച്ചവിടെ വേദന കൊണ്ട് കരയുവാണ്. ആ ടൈമിൽ തന്നെ അത് കഴിയെ യുവിനെ അവൻ താഴത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ യു എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു എൽഡർ മുൻ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നത്. അവനെ എടുത്തു പിടിച്ചിട്ട് പറയും ചെയ്യും, മൈനർ പ്ലീസ്, താങ്കൾ എന്താണ് ഈ കാണിച്ചത്? പക്ഷേ പെട്ടെന്നായിരുന്നു യു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. അല്ല യു, നീ ഓക്കെ അല്ലേ? ഗ്രാൻഡ് ഫാദർ, എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നു. ഇതെന്ത് മറിമായമാണ്? യു എന്നെ പ്രോപ്പർലി നോക്കുന്നു. അവനിങ്ങനെ ഇതിനു മുമ്പ് സാധിച്ചിട്ടില്ലല്ലോ. യു, എൻ്റെ പൊന്നു മോനെന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കരയുന്നുമുണ്ട്. മൈലോഡ്, താങ്കൾ ശരിക്കും അമേസിംഗ് ആണ്. അല്ല, എനിക്കറിയാമായിരുന്നു പണ്ട് ഞാൻ മൈക്രോടോക്സിൻസ് കാരണം പോയിസൺ ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹമാണ് ആ മെഡിസിനൊക്കെ യൂസ് ചെയ്തത്. പക്ഷേ ഇത്രത്തോളം ബിയോണ്ട് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. താങ്കൾ ശരിക്കും ഒരു ഡിവൈനുള്ള ബീനാണല്ലേ. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം കടന്നു പോയിട്ടുണ്ട്. മൈനർ പ്ലീസ്, താങ്കൾക്ക് അവനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെന്തായാലും താങ്കളുടെ കയ്യിൽ തന്നെ വെച്ചോ. ഇതെന്തായാലും താങ്കൾക്ക് ഉപയോഗമുള്ള ഒരു സമയത്ത് പ്രയോജനപ്പെടട്ടെ. പിന്നെ യുവിനെ ഞാൻ എന്തായാലും ഫ്ലൈയിങ് ഫാൻറ്റംസിലേക്ക് അയക്കാം. കാര്യം താങ്കൾ എന്തായാലും ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇനി ഓടി നടക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സമയത്താണ് ഗ്യൂവിനെ അവൻ തിരിഞ്ഞു നോക്കിയത്. ഞാൻ മൈനർ പ്രീസിൻ്റെ പെണ്ണാണ്. ആ സമയത്താണ് അവൻ നേരെ നെഞ്ചത്തേക്ക് കൈവച്ചത്. അല്ല, ഈ ഇമോഷൻ ഇതെന്താണ്? ഗ്യൂ എൻ്റെ ഒരു ഫോളോവർ മാത്രമല്ലേ? അല്ല, ഇനിയെങ്ങാനും. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം 6 മണിയാണ്. നമ്മുടെ ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റിലെ ആ ഒരു ഗസ്റ്റ് ഹൗസാണ്. അവിടേക്ക് നമ്മുടെ ഇയോണും ഹ്യോബോങ്ങൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ദൂരത്ത് 2 പേരെ കാണാൻ സാധിച്ചത്. വെൽക്കം മൈനർ പ്ലീസ്, താങ്കൾ എന്തായാലും പോയ കാര്യം നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, എൽഡർ ഹോൻ്റെ കൂടെ നിൽക്കുന്നത് ഡാർക്ക് ഓർഡറിലെ എൽഡർ യോനെ പോലെ ആക്ട് ചെയ്യാനുള്ള ഒരാളാണെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഗ്യൂട്ടെ ആളുടെ മാസ്ക് ഊരിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചി, ആ മാസ്ക് ഒക്കെ ഊരിയല്ലേ? ഇപ്പോഴാണ് ശരിക്കും സുന്ദരിയായത്. ഇത്ര സുന്ദരമായൊരു മോഹം ആ ഒരു മാസ്ക് ഇട്ട് മറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മതി എന്നെ കളിയാക്കിയത്. മൈനർ പ്ലീസ്, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഡിമോണിക് ഡ്രാഗൺ പ്ലാംസെറ്റ് ഇപ്പം താങ്കളുടെ കൂടെ ഉണ്ടല്ലോ. അതെനിക്ക് ശരിക്കും ലക്കുള്ളതുകൊണ്ടാണ്. അത് മാത്രമല്ല ഗിയും നമ്മുടെ കൂടെയുള്ള കാരണം നമുക്കത് സാധിച്ചത്. അല്ല, പറഞ്ഞതുപോലെ നീ പോയ കാര്യം എന്തായി? മൈനർ പ്ലീസ്, എന്നോട് ക്ഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ഞങ്ങളവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവരെ കാണാനായിട്ട് മറ്റു കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചില്ല. മറ്റു ഗസ്റ്റോ? അല്ല, ഇനിയെങ്ങനെ മ്യൂസീഷ്യൻ സെറ്റും സോഡ് സെറ്റും ആയിരുന്നോ? അല്ല, താങ്കൾക്ക് എങ്ങനെയാണ്? എനിക്ക് തോന്നിയായിരുന്നു. അല്ല, പറഞ്ഞതുപോലെ ഇതാരാണ്? ഞാനത് താങ്കളോട് പറയാൻ മറന്നു. നീ എന്തായാലും എൽഡർ ഇയോണിൻ്റെ അടുക്കെ കാര്യം പറഞ്ഞേക്ക്. ഈ സമയത്ത് അവൻ കൈ കൂപ്പിട്ട് പറയുകയും ചെയ്യും, ഗ്രീറ്റിംഗ്സ് മൈനർ പ്ലീസ്, ഞാൻ എൽഡർ ഇയോണായിട്ട് ഇപ്പോൾ അഭിനയിക്കുന്നത് ആൻഡ് ഞാൻ നമ്പർ 24 ആണ്. എൽഡർ ഇയോൺ, ഡിമോണിക് റീച്ചിങ് സോഡ് സെറ്റിൽ ഒരു ഇൻട്രൂഡർ വന്നിരുന്നു. ഇൻട്രൂഡറോ? അല്ല, സോഡ് സെറ്റ് വല്ലതാണോ? അല്ല. പിന്നെ കാണിക്കുന്നത് 2 മണിക്കൂർ മുമ്പുള്ള ഒരു സംഭവമാണ്. ആ ടൈമിലാട്ടെ അവനോട് ഇരിക്കുന്നതാണ് പെട്ടെന്ന് നമ്മുടെ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് അവനോട് പറയുന്നത്, മൂവ് ഹോയോൺ. പെട്ടെന്ന് അവൾ നേരെ പുറത്തേക്ക് ഓടി. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. നീ നാച്ചുറലായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി.
പിന്നെ കാര്യങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ 10 ദിവസം മുമ്പായിരിക്കും നടക്കാൻ പോകുന്നത്. ആ ഒരു ഡിസർവ് സ്പ്രെഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ ട്രേസ് ചെയ്യാൻ നോക്കിയില്ലെങ്കിലും എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ അത് ആ നെയിംലെസ് തന്നെയാണ്. മൈനർ പ്രീസ്റ്റ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡേറ്റ് മൂവ് ചെയ്തത് ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അല്ല, എന്തെങ്കിലും പ്രശ്നം കാണുമോ? എന്തായാലും സംഭവം നന്നായി. കാര്യം ഞാൻ എന്തായാലും അവനെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഇത് പെർഫെക്റ്റ് ടൈമിംഗ് തന്നെയാണ്. അങ്ങനെ ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് എൽഡർ ഇയോനാണ്. അവളോടേക്ക് പാഞ്ഞോടി വന്ന് നേരെ ആ ക്ലിഫിൻ്റെ തൊട്ട് മുകളിൽ എത്തുന്നുണ്ട്. എൽഡർ ഇയോൻ, താങ്കൾ എവിടേക്ക് എത്തിയല്ലേ? ഞാനെന്തായാലും യൂഷ്വലി നമ്മൾ 3 പേരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതെന്തായാലും നമ്മൾ 2 പേരേ ഉള്ളു. ആ പറഞ്ഞത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ സോർട്ട് സെക്ടറിൻ്റെ ചീഫുള്ള ബോങ്കിയായിരുന്നു. പിന്നെ താങ്കളിവിടെ വന്ന സ്ഥിതിക്ക് താങ്കൾ എന്തായാലും ടെക്നിക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മിണ്ടാതിരിക്കാൻ നോക്ക്. നിന്നെപ്പോലുള്ള ട്രൈറ്റീസോട്ട് എനിക്ക് സംസാരിക്കാൻ ഒരാഗ്രഹവുമില്ല. താങ്കൾക്കൊരു മാറ്റവും ഇല്ലല്ലേ? നീ എങ്ങനെ വേണമെങ്കിലും അഹങ്കരിച്ചോ. സോഡിയമൻ്റെ ആ ഒരു വിസ്ഡം പാസ് ചെയ്യാൻ പോകുന്നത് സോഡ് സെറ്റിലേക്കായിരിക്കും. എൻ്റെ ഗസ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പെട്ടെന്നാണ് അവിടേക്ക് അവൻ നടന്നു വന്നത്. ഞാൻ ഡേറ്റ് ചേഞ്ച് ആക്കിയിട്ടും നിങ്ങളവിടേക്ക് വന്നത് എന്തുകൊണ്ടും നന്നായി. ഞാനൊരു അൾട്ടിമേറ്റ് ജെനസിസ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും അവൻ്റെ മാർഷൽ ആർട്സ് ലെവൽ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവനെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ റിയാക്ഷൻ വെച്ചുകൊണ്ട് ജിൻമുവിൻ്റെ മരണം അവനെന്തായാലും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളിൽ ഒരാൾക്കിന്ന് പെട്ടെന്നാണ് അവൻ മുട്ടുകുത്തിയത്. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ ബോങ് ജി ഗിയോങ്, സെക്കൻഡ് എൽറാൻ ആൻഡ് ദ ചീഫ് ഓഫ് ദി സോർട്ട് സെക്ട്. ഞാൻ താങ്കളെ ഗ്രീറ്റ് ചെയ്യുവാണ്. അവർ പ്രീവിയസ് പെട്രിയാച്ച്. 3 വർഷം മുമ്പ് ആ യൂസ് ചെയ്ത ടെക്നിക്ക് അതെനിക്ക് ഉറപ്പായിട്ടും സിമിലർ ആയിട്ട് തോന്നിയിരുന്നു. ഡിമോണിക് ലോണിൻ്റെ സോഡായിട്ടുമായിട്ട് പെട്രിയാച്ച് ഇത് പലതവണ യൂസ് ചെയ്യുന്നതും ഞാൻ കണ്ടിരുന്നു. ആ ഒരു ടെക്നിക്ക് അദ്ദേഹമല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കളിയിലെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പ്രീവിയസ് അല്ല, പെട്രിയാച്ചാണ്. ബോങ്ജി, നിനക്കിവിടെ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു. പെട്ടെന്നാണ് അവനൊന്ന് ഞെട്ടിയത്. ആരാണ് അവിടെ? അല്ല, താങ്കൾ എന്താണ് ചോദിച്ചത്? നിങ്ങൾ ആരാണ് നമുക്ക് തന്ന വാക്ക് തെറ്റിച്ചത്? പെട്ടെന്ന് അവൻ തിരിഞ്ഞ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവനത് ഡോഡ്ജും ചെയ്തിരുന്നു. ഇത് കണ്ട ബോണും ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം അത് മറ്റാരുമില്ലെന്ന് നമ്മുടെ മൈനർ പ്രീസ്റ്റ് ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ പ്രസൻസ് ഹൈഡ് ചെയ്താണ് അവിടെ ഇരുന്നത്. പക്ഷേ എന്നിട്ടും എന്നെ ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നു. എൽഡർ ഇയോൺ, ഇത് നീയല്ലേ? എനിക്കൊന്നും അറിയാമില്ല. താങ്കൾ എന്താണ് ഈ പറയുന്നതെന്ന്? ആ ഒരു പ്രീവിയസ് പെട്രിയാച്ച് ഇത് ഞാനല്ല. ഇത് എൻ്റെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്കും അല്ല. ഞാൻ എൻ്റെ വാക്ക് താങ്കളോട് പാലിച്ചിരുന്നു. അത് താങ്കൾ എനിക്ക് വേണം പാസ് ഡൗൺ ചെയ്യാനായിട്ട്. ഇല്ല, കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വാക്ക് തെറ്റിച്ച ആ നിമിഷം തന്നെ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് 2 പേർക്കും ആ ഒരു 24 ഡീമൺ സോഡ് ടെക്നിക്ക് പാസ് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നില്ല. അതും പറഞ്ഞോണ്ട് അവൻ നേരെ അവിടുന്ന് ചാടി പോവുകയും ചെയ്യും. പ്ലീസ് എന്ന് പറഞ്ഞോണ്ട് അവൻ നേരെ പുറകിലേക്ക് പോകാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് എൽഡർ ഇയോൺ അവനെ വട്ടം കയറി നിന്നത്. നീ ഇത് എന്ത് കാണിക്കുമെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്തിട്ട് അവനോടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത് കാണുമ്പോൾ എൽഡർ ഇയോൺ ചിരിച്ചിട്ട് പറയുകയും ചെയ്യും, അപ്പം നീ നിന്റെ തനി സ്വരൂപവും പുറത്ത് കാണിച്ചല്ലേ. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ അവൻ്റെ സോഡ് പതുക്കെ ഷേക്ക് ആകാനായിട്ട് തുടങ്ങി. അല്ല, ഇവൾ ഇതിനു മുമ്പ് ഇത്രയും സ്ട്രോങ്ങർ ആണെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്തിട്ട് എൽഡർ ഇയോൺ അവൻ്റെ തൊട്ട് മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതേ സമയം ഇയോണോടെ ആ ക്ലിഫിൻ്റെ താഴത്തേക്ക് ഓടുവാണ്. കാര്യം ആ ഒരു നീംലെസ്സും അവിടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. അവൻ എത്രയൊക്കെ നോക്കിയിട്ട് നീംലെസ്സിൻ്റെ അടുത്തേക്ക് എത്താനും സാധിക്കുന്നില്ല. ഞാനോ ആക്ടിവേറ്റിംഗ് നൈറ്റ് വിഷൻ ആൻഡ് അജുവിനേറ്റഡ് റിയാലിറ്റി മോഡ്. അതിനുശേഷം ഞാനോ ആ വഴിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഇയോൺ പറയും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളുണ്ട് പിന്നെ കാണുന്ന അവൻ നേരെ മുകളിലേക്ക് ഓടി ചാടുന്നതാണ്. ഇതേ സമയം തന്നെ നെയിംലെസ് താഴ്ത്തുനിന്ന് ഓടി രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. അവർക്ക് 2 പേർക്കും 24 ഡീമൺസോട് പാസ് ഡൗൺ ചെയ്യാത്തത് എന്തായാലും മോശമായി പോയി. പക്ഷേ ഇപ്പോൾ എന്തായാലും മറ്റൊരാൾക്ക് അതറിയാം. അതുകൊണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ഞെട്ടിയത്. കാര്യം തിരിഞ്ഞു നോക്കിയപ്പോൾ മുകളിൽ നിന്ന് അലറിക്കൊണ്ട് വരുന്ന ഇയോനെയാണ് കാണാൻ സാധിച്ചത്. അവനൊരു മാസീവ് ആളുടെ അറ്റാക്ക് തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് അവൻ നിന്ന നെയിംലെസ് നിന്ന ആ സ്ഥലം തന്നെ തവിട് പൊടിയാകുകയും അവൻ്റെ കാൽ തന്നെ നിലത്തേക്ക് ഉറച്ച് പോവുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും നെയിംലെസ് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യും. ഇയോണട്ടെ അവിടെ ഉണ്ടായിരുന്ന മരത്തിലൊക്കെ ഇടിച്ച് തെറിച്ച് ബാക്കിലേക്ക് പോയി അവിടെ ഒരു സ്ഥലത്ത് ഇടിച്ച് താഴ്ത്ത് വീഴുകയും ചെയ്യും. അവൻ നന്നായിട്ട് കഥകുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ പറയും ചെയ്യും, മാസ്റ്റർ താങ്കളുടെ മസിൽസും ബോൺസും കംപ്ലീറ്റ്ലി ഫ്രാക്ചർ ആയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ റിപ്പയർ ചെയ്യുന്നു. നാശം, ഇനി ഞാൻ അത് ഒരിക്കലും ചെയ്യത്തില്ല. ഈ ടെക്നിക്ക് കണ്ടിട്ട് അവൻ യൂസ് ചെയ്തത് ദി 10,000 പൗണ്ട് എക്സ്പെൻഷൻ ടെക്നിക്കാണ്.
പക്ഷേ അവനിപ്പോൾ ചെയ്ത രീതി, നീ മുകളിൽ നിന്ന് നേരിട്ട് താഴത്തേക്ക് ചാടുകയായിരുന്നു. ആ ടൈമിൽ ഇവൻ അവനെ ചിരിച്ച് കാണിക്കുന്നുമുണ്ട്. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പോകാൻ പോകുന്ന പൊട്ടൻഷ്യൽ റൂട്ട് അവൻ ഗസ്റ്റ് ചെയ്തുകൊണ്ട് മുകളിൽ നിന്ന് നേരെ താഴത്തേക്ക് ചാടിയിരിക്കുന്നു. ഇത് ബുദ്ധിപരമായ നീക്കമാണോ അതോ മണ്ടത്തരമാണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആ ടൈമിൽ ഇവൻ നേരെ അവൻ്റെ അടുത്തേക്ക് നടക്കുകയും ചെയ്തു. അപ്പോൾ പറ, ഇനി നീ ആരാണ്? നീ നിൻ്റെ ജീവൻ തന്നെ ഇപ്പം റിസ്ക് ചെയ്തത് ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാണെങ്കിൽ നിനക്ക് തെറ്റി. കാര്യം നീ ഇനി ഞാൻ ആരാണെന്ന് അറിയാൻ പോകുന്നതുകൊണ്ട് അവൻ ചാടിയോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. അവനൊരു മാസിയുള്ള അറ്റാക്ക് തന്നെയാണ് ഫസ്റ്റ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ഇവനൊന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡ് തന്നെ അവൻ പറയുകയും ചെയ്യും, അത് 24 ഡീമൺ സോഡാണ്. പക്ഷേ എൽറ ഇവൻ്റെ വെച്ച് നോക്കാൻ നേരത്ത് അതൊരു പെർഫെക്റ്റ് ആയുള്ള ഫോം കൂടിയാണ്. പിന്നെ ആ ഒരു പവർ എന്നെക്കാട്ടും മുകളിൽ തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ പവർ യൂസ് ചെയ്യണമെന്നോട് അവൻ തിരിച്ച് അതൊരു കൗണ്ടർ അറ്റാക്ക് പോലെ ചെയ്യുന്നുമുണ്ട്. അവനിപ്പോൾ ചെയ്ത ടെക്നിക്ക് എന്ന് പറഞ്ഞത് ബെർസറക് സേബർ കോഡ് ടെക്നിക്കാണ്. മാസ്റ്റർ, തങ്ങളുടെ പല ഇൻറ്റേർണൽ ഓർഗൻസ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ട്, അതിപ്പോൾ തന്നെ റിപ്പയർ ചെയ്യുന്നു. അവൻ്റെ എനർജി കംപ്ലീറ്റ്ലി വീക്കറാണ്. പിന്നെ അത്രയും ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡി തന്നെ കംപ്ലീറ്റ്ലി ഈ ഒരു അവസ്ഥയിലായിരിക്കും. എന്നാലും ഈ ബെർസറക് സേബർ കോഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് 24 ഡീമൺ സോഡ് ടെക്നിക്കിൻ്റെ മുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അപ്പോഴേക്കും ഇയോൺ ചെയ്യുന്ന ഓരോ അറ്റാക്കും അവൻ ഡോഡ് ചെയ്ത് ബാക്കിലേക്ക് മാറുന്നുണ്ട്. ഈ സമയത്ത് ഇയോണായിട്ട് അവന് ഗ്യാപ്പ് കൊടുക്കാൻ ഒട്ടും തന്നെ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ നേരെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇവൻ ചെല്ലുകയും ചെയ്യും. അതിനുശേഷം ബെർസറക് സേബർ കോഡിൻ്റെ ആ ഒരു തേർഡായിട്ടുള്ള കോഡ് ഫൈറ്റിംഗ് ഫോമും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു അറ്റാക്കും നമ്മുടെ ആ ഒരു നെയിംലെസ് ബാക്കിലേക്ക് ഡോഡ് ചെയ്ത് മാറി. ഇതേസമയം അവൻ തൻ്റെ കയ്യിലുണ്ടെന്ന സോഡ് നിലത്തേക്ക് ഇടുന്നുമുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അവനത് യൂസ് ചെയ്ത് ഇവൻ്റെ നേരെ മാസീവുള്ള ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അല്ല, സോഡ് വിസ്പറിങ്. ഈ സോഡ് വിസ്പറിങ് എന്ന് പറയുന്നത് അതൊരു യുണീക്കുള്ള ടെക്നിക്കാണ്. അതായത് ഒരു സോഡിനെ അവരുടെ സോൾ എനർജി കൊണ്ട് മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ്. ഈ ഒരു കഴിവ് യൂസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിത്തിക്കൽ മാസ്റ്റർ ലെവലിലെങ്കിലും എത്തിയിരിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സോഡ് ടെക്നിക്ക് അത് കംപ്ലീറ്റ് അല്ല, അതെനിക്ക് ഉറപ്പാണ്, ആക്യുറേറ്റും അല്ല. കാര്യം അതിന് പ്രോപ്പർലി അത് സർക്കുലേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഡിമോൺ ക്ലോഡ് സോഡാറിൻ്റെ സെക്കൻഡ് കോഡ് ഫൈറ്റിംഗ് ഫോമാണ്. അപ്പോഴേക്കും ഇയോൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സോഡ് ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. ഇതേ സമയം നെയിംലെസ് അവൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തി. എന്നിട്ട് അവൻ്റെ ഷോൾഡറിലേക്ക് ആ കത്തി കുത്തി ഇറക്കുകയും ചെയ്തു. നെയിംലെസ് കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആയിരുന്നു. എന്നാൽ ഇവൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ആ സമയത്ത് തന്നെ അവൻ ആ കത്തി അങ്ങോട്ട് വലിച്ച് ഊരിയെടുക്കുകയും ചെയ്യും. അവൻ ശരിക്കും സ്ട്രോങ്ങറാണ്, ഞാൻ വിചാരിച്ചതിനും സ്ട്രോങ്ങർ. നമ്മുടെ കളിറ്റിൽ തന്നെ ഇത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരാൾ. ആ സമയത്ത് തന്നെ അവൻ്റെ ബോഡി റിക്കവർ ആകാൻ തുടങ്ങി. എന്തായാലും ഇത് നമ്മുടെ പ്രീവിയസ് പെട്രേച്ച് തന്നെയാണോ? നിനക്ക് എന്തായാലും ഇപ്പം നമ്മുടെ സ്കിൽസിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ മാച്ച് ഇവിടെ നിർത്തുന്നതല്ലേ നല്ലത്. നീ എന്തായാലും എന്നെ ഫോളോ ചെയ്തതും നിർത്തിക്കോ. ഈ ടൈമിൽ ഇവൻ അവനെ തുറച്ച് നോക്കുകയും ചെയ്യും. അവൻ്റെ നോട്ടത്തിൽ നിന്ന് തന്നെ അറിയാം അവൻ എന്തായാലും ഈ ഫൈറ്റിൽ നിന്ന് പിന്മാറാനായിട്ട് പോകുന്നില്ല. ഇനി മറ്റ് മാർഗങ്ങളും എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെയാണ് അവനത് ആക്ടിവേറ്റ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഇയോൺ ഒന്നമ്പരന്നു. കാര്യം അവനിപ്പോൾ എമിറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി അത്രത്തോളം സ്ട്രോങ്ങറായിരുന്നു. ഇതെന്തായാലും അവൻ്റെ ഒരു വാർണിംഗ് ആണ്. അടുത്ത തവണ അവൻ്റെ ഷോൾഡറിൽ കുത്തിക്കൊണ്ട് ഇത് നിർത്തത്തില്ലെന്ന്. പെട്ടെന്നായിരുന്നു ആ ഒരു നെയിംലെസ് ഒരറ്റക്ക് അവൻ്റെ നേരെ ചെയ്തത്. ആ ഒരറ്റക്ക് പല രീതിയിൽ കറങ്ങാൻ നിർത്ത് അവൻ നെയിംലെസ് ആ ഒരു സോഡിനെ തൻ്റെ വിരലിൽ കൊണ്ടാണ് അവനത് ബാലൻസ് ചെയ്തത്. നീ എന്തൊക്കെ ചെയ്താലും ഈ ഒരു ഫോം നിനക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നും കൊണ്ട് സോഡ് വിസ്പറിങ്ങിൻ്റെ ആ ഒരു ഫോർത്ത് കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോം അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ. എന്നാൽ ഇതേ സമയം ഇവനൊന്ന് ആശ്വസിക്കും. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവിടേക്ക് റഷ് ചെയ്ത് ചെന്നുകൊണ്ട് ആ ഒരു അറ്റാക്ക് എല്ലാം തന്നെ കൗണ്ടർ ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ ഒട്ടും നിസ്സാരമല്ലായിരുന്നു. അവൻ്റെ ശരീരഭാഗങ്ങൾ പതുക്കെ മുറിയാനും തുടങ്ങി. ശരിയാണ്, ഡിമോണിക് ലോഡിൻ്റെ ഈ ഫോർത്ത് കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോം ശരിക്കും ലെജൻഡറി ആണ്. ഇങ്ങനെയാണെങ്കിൽ നിന്റെ കഥയുടെ കഴിവെന്ന് നെയിംലെസ് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഇവൻ തൻ്റെ കൈ അങ്ങോട്ട് നിവർത്തിയും അടുത്ത സെക്കൻഡിൽ തന്നെ ആ സോഡ് അവിടേക്ക് വന്ന് അതൊരു സോഡായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. ആ ഒരു എഴുത്ത് അപ്പോഴാണ് നമ്മുടെ നെയിംലെസ് കണ്ടത്. അല്ല, അത് പിന്നെ കാണുന്നത് ഇയോൺ തൻ്റെ 2 സോഡ്സുമായിട്ട് നിൽക്കുന്നതാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ നേരെ അവിടേക്ക് റഷ് ചെയ്ത് ചെന്നു. അതുമാത്രമല്ല, അവൻ്റെ വലത്തെ കൈ ബെർസറക് സേബർ കോഡിൻ്റെ ടെക്നിക്കും അവൻ്റെ ഇടത്തെ കൈയിൽ ഡിമോണിക് ലോഡിൻ്റെ ഫോർത്ത് കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോമായിരുന്നു. എന്നിട്ട്
പരസ്പരം ഒരു മാസീവുള്ള അറ്റാക്കാണ് ചെയ്യാനായിട്ട് വന്നത്. ഇയോൺ ശരിക്കും കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ഒരു അറ്റാക്കിൻ്റെ പിന്നിൽ. കാര്യം ഈ സമയത്ത് നെയിംലെസ്സിനെ 2 ഡ്രാഗൺസ് അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് അവന് തോന്നിയത്. നെയിംലെസ് പെട്ടെന്ന് പേടിച്ചുകൊണ്ട് ആ ഒരു അറ്റാക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഇയോൻ്റെ ടെക്നിക്ക് അത്രത്തോളം സ്ട്രോങ്ങർ ആയിരുന്നു. ആ ഒരു സോഡിനെ, നെയിംലെസ്സിൻ്റെ സോഡിനെ നമ്മുടെ ആ ഒരു ഡീമൺ സോഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ഇത് കണ്ടപ്പോൾ നെയിംലെസ് ശരിക്കും ഞെട്ടിത്തരിച്ച് പോകുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അടുത്ത സെക്കൻഡ് തന്നെ നെയിംലെസ് വീണ്ടും ഇയോണ് അറ്റാക്ക് ചെയ്തിട്ട് അവിടേക്ക് വരുന്നുണ്ടെങ്കിലും ഇയോണിൻ്റെ അറ്റാക്ക് അത്രത്തോളം സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാക്കിൻ്റെ ആ ഒരു പവർ കാരണം അവൻ തെറിച്ച് ബാക്കിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലിടിച്ച് നിലത്തേക്ക് വീണു. ഇതേ സമയം അവൻ്റെ 2 സോഡ്സും നെയിംലെസ്സിൻ്റെ കഴുത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവൻ ശരിക്കും ഒരു മോൺസ്റ്ററാണ്. ഞാൻ വിചാരിച്ചത് ഇവനെ ഞാൻ അൾട്ടിമേറ്റ് ജെൻസിസ് മാസ്റ്ററും ഒരു എയർലി മിത്തിക്കൽ മാസ്റ്ററിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അതത്ര വലുതല്ലെങ്കിലും സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് അത് ശരിക്കും ഇമേഴ്സാണ്. പക്ഷേ എങ്കിൽ കൂടിയും അവൻ ഒരേ സമയം തന്നെ ബെർസറക് സേവർ കൊണ്ട് ടെക്നിക്കും ഡിമോണിക്കിലുണ്ട് ആ ഒരു സോഡ് ആർട്ടും അവൻ യൂസ് ചെയ്തിരുന്നു. എക്സാക്ട്ലി ജിൻ വോ മൂവിൻ്റെ ആ ഒരു സീക്രട്ട് ടെക്നിക്ക് പോലെ. ആ ഒരു സോഡ് അത് ഡീമൺ സോഡാണോ? ഈ സമയത്ത് ഇയോൺ ഒന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡ് തന്നെ അവനൊരു അറ്റാക്ക് ചെയ്ത് അവൻ്റെ മുഖംമൂടി 2ആയിട്ട് മുറിച്ച് കളയും. ആ ഒരു നെയിംലെസ്സിൻ്റെ ഫേസ് റിവീൽ ആകുന്നുണ്ട്. ആരാണ് നീ, പറയൂ. ഈ സമയത്ത് തൻ്റെ സൗണ്ട് മാറ്റിയിട്ട് അവൻ പറയുകയും ചെയ്യും, മൈനർ പ്രീസ്, ഞാൻ ഇനി ഒരിക്കലും ഓടത്തുമില്ല, ഞാൻ താങ്കളെ അറ്റാക്ക് ചെയ്യത്തില്ല, താങ്കൾക്ക് താങ്കളുടെ സോഡ് താഴ്ത്തി വെക്കാവുന്നതാണ്. ഇത് കേട്ടപ്പോൾ ഇയോണൊന്ന് ഞെട്ടി. അല്ല, ഈ ഒരു ശബ്ദം, സാർമ ദി ഹെഡ് ഓഫ് ദി റോയൽ ബോഡി ഗാർഡ്. ആ ടൈമിൽ തന്നെ ഇയോൺ തൻ്റെ സോഡ് നിലത്തേക്ക് വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ പ്രീവിയസ് അല്ല, പെട്രേച്ച് അല്ലായിരുന്നു. അപ്പോൾ ഇത്ര നാൾ അദ്ദേഹം അവൻ്റെ വോയിസ് ആൾട്ടർ ചെയ്യുമായിരുന്നു. സാർമ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പക്ഷേ അതിനു മുമ്പ് മൈനർ പ്ലീസ്, എനിക്ക് താങ്കളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു വലിയൊരു കുലുക്കം തന്നെ ഉണ്ടായത്. അവർ 2 പേരും തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു പീക്കിൽ നിന്ന് ശരിക്കും ഓവർവെൽമിംഗ് ഉള്ള ഒരു എനർജി അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരേ സമയം തന്നെ അവർക്ക് 2 പേർക്കും ഒരു കാര്യം മനസ്സിലായി, എൽറിയോൺ അവൾ അപകടത്തിലാണ്. പിന്നെ കാണിക്കുന്നത് ഹിയോങ് പീക്കിൻ്റെ ആ ഒരു ടോപ്പാണ്. അവിടെ കംപ്ലീറ്റ്ലി നശിച്ചു കിടക്കുവാണ്. അതേസമയം തന്നെ നമ്മുടെ എൽറിയോണട്ടെ അവിടുന്ന് ചോരയിൽ കുളിച്ച് ഓടുവാണ്. അവളുടെ പുറകിലാട്ടെ പല അറ്റാക്സും വരുന്നുണ്ട്. നീ വീണ്ടും ഓടി ഒളിക്കുവാണോടി? പക്ഷേ നിനക്ക് എത്ര നാളെന്നും വെച്ചാണ് എൻ്റെ കയ്യിൽ നിന്ന് ഓടാൻ സാധിക്കുന്നത്? നാശം. ബോങ്ജി, നീ അടുത്ത സെക്കൻഡിലാണ് അവൻ അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് അപ്രത്യക്ഷനായത്. നാശം. അവൻ ഇത്ര വലിയ സൈസ് ഉണ്ടായിട്ട് കൂടി അവൻ ശരിക്കും ഫാസ്റ്റാണ്. പക്ഷേ അവൻ്റെ പ്രിസിഷൻ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ തൊട്ട് ഫ്രണ്ടിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവളാട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ പവർ അത്രത്തോളം കൂടുതലായതുകൊണ്ട് തന്നെ അവൾ തെറിച്ച് അവിടെ നിലത്ത് പല സ്ഥലത്ത് കുത്തി ഒരു സ്ഥലത്ത് പോയി അങ്ങോട്ട് വീഴുന്നുകൊണ്ട്. നാശം. നീ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് ചെയ്തുകൊണ്ട് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് കൊള്ളാം. എൻ്റെ ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ ആർട്ടുണ്ടല്ലോ, അത് നീ ഉദ്ദേശിക്കുന്ന പോലെ നിന്റെ സില്ലി ഡീമൺ ആർട്ടല്ല. ഞങ്ങൾ നിന്റെ നെഗറ്റീവുള്ള ആഫ്റ്റർ വേർഡ്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിരുന്നു. അതും ശരിയാണ്. പറഞ്ഞതുപോലെ ഒരു ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി കംപ്ലീറ്റ്ലി റോട്ടനായിട്ട് തുടങ്ങും. പിന്നെ പതുക്കെ അവരുടെ കൺട്രോളും പോകും. എന്നാൽ ബോങ്ജി ഒരു തരത്തിലുള്ള സിംറ്റംസും ഇതുവരെ കാണിച്ചിട്ടില്ല. അതിനർത്ഥം ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഇവൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തോ? അപ്പോൾ ബേസിക്കലി ഇവൻ്റെ കൾട്ടാണ് നമ്മുടെ കൾട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള. അങ്ങനെ വരാൻ ഒരു മാർഗ്ഗവുമില്ല. അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവനെന്തായാലും ഇത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനെന്തോ ഒരു വീക്ക് സ്പോട്ടുണ്ട്. നിന്റെ ജീവൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവനൊരു അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. എങ്കിൽ വാടാന്ന് പറഞ്ഞിട്ട് അവളും തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളൊരു മാസീവ് ആൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. കാര്യം അവളുടെ സോഡ് കംപ്ലീറ്റ്ലി ബ്രേക്കായി. അല്ല, ഇങ്ങനെ വരാൻ എന്താടി നീ എന്നെ ഇക്കളിട്ടതാണോ? നിന്റെ സ്ട്രഗിൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ സമയത്ത് എൽറിയോൻ്റെ കംപ്ലീറ്റ് ധൈര്യം കൈവിട്ട് പോയിരുന്നു. ഞാൻ നിന്നെ ഒറ്റൊരടിക്ക് കൊന്നേക്കാന്ന് പറഞ്ഞിട്ട് അവനൊരു മാസീവ് അറ്റാക്ക് ചെയ്യാൻ വരികയും അവൾ തൻ്റെ കണ്ണ് പൊത്തുന്നുണ്ട്. പിന്നെ കാണുന്നത് വലിയൊരു എക്സ്പ്ലോഷനാണ്. പക്ഷെ പതുക്കെ എൽറിയോൺ തൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് നമ്മുടെ ഇയോണായിട്ട് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്തതാണ്. മൈനർ പ്രീസ്, അപ്പോൾ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ തിരിച്ചെത്തിയല്ലേ? ഇയോൺ ചിയോൺ, നിനക്ക് എത്ര ധൈര്യമായിട്ടാണ് നീ എനിക്കെതിരെ വന്നത്? നിർത്തടാ നിന്റെ ഈ പരിപാടി. നായേ, നിനക്കെത്ര ധൈര്യമായിട്ടാണ് നീ എനിക്കെതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ കിടന്ന്
അലറിയിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് നമ്മുടെ ഇയോൻ്റെ നേരെയാണ് വന്നത്. ഇയോനാട്ടെ അതെല്ലാം ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. കാര്യം അവൻ ബോങ് ചെയ്ത ഓരോ അറ്റാക്കിൻ്റെ പുറകിലും അത്രത്തോളം പവർ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവനൊരു അറ്റാക്ക് ചെയ്ത് ഇയോനെ തെറിപ്പിക്കുകയും ചെയ്യും ബാക്കിലേക്ക്. നാശം. ഇവനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഒരു മനുഷ്യനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെയല്ല, പകരം ഒരു ബീസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. അത് ഈ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടുള്ളത് കൊണ്ടാണോ? നിന്നെ കൊല്ലണ്ട സമയമായിരിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഇയോൻ്റെ നേരെ അവനൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് അവൻ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ക്വാളിഫയിങ് ഉള്ള ഫൈറ്റിംഗ് ഫോം ആയിരുന്നു ആ ഒരു ഡീമൺ സോഡിൻ്റെ. ഇയോനാട്ടെ ആ ഒരു അറ്റാക്കൊക്കെ ഡോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ചെയ്യുന്ന ഒരു അറ്റാക്കിൻ്റെ പുറകിലും അത്രത്തോളം സ്ട്രെങ്തും ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ എനർജി കംപ്ലീറ്റ്ലി സ്ട്രോങ്ങുമാണ്, റെക്ലെസ്സുമാണ്. എനിക്കിതിൻ്റെ അന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി മറ്റും മാർഗ്ഗമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ സോഡ് തിരിച്ചു പിടിച്ചു. എന്നിട്ട് തിരിച്ചങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി ബെർസറക് സേബർ ഗോഡ് ടെക്നിക്ക് യൂസ് ചെയ്ത്. പക്ഷേ ആ ഒരു സോഡ് യൂസ് ചെയ്തിട്ട് പോലും അവൻ്റെ ശരീരത്ത് ഒരു തരത്തിലുള്ള മുറിവുകളും ഉണ്ടായില്ല. ഈവൻ എൻ്റെ വൈറ്റ് ഡ്രാഗൺ ബ്ലേഡിന് പോലും അവനെ വൂണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. മതിയായില്ലടാ നിനക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കാണുന്നത് ഇയോൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെല്ലുന്നതാണ്. അടുത്ത സെക്കൻഡ് സർമ അവിടേക്ക് ചാടി വരുന്നുണ്ട്. എന്നാൽ അവൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇയോനെ ആ ഒരു ബോൺ അറ്റാക്ക് ചെയ്ത് ദൂരത്തേക്ക് തെറിപ്പിച്ച് അവിടെ ഒരു സ്ഥലത്ത് ഇടിച്ച് വീഴുന്നതാണ്. അവൻ്റെ ആ ഒരു മോൺസ്റ്ററസായുള്ള ഫോം അതെന്താണ്? അല്ല, സെക്കൻഡ് എൽഡർ ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തോ? ഇതൊട്ടും നല്ലതല്ല. മൈൻഡ് പ്ലസ് ഞാനോട്ട് ചെയ്ത അറ്റാക്ക് കാരണം തന്നെ ശരിക്കും ഇന്ത്യൻ എനർജിയൊക്കെ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടില്ലടാ, നീ എനിക്കൊരു എതിരാളിയല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇയോൺ ചിയോൺ? പെട്ടെന്നാണ് അവനൊന്ന് ഞെട്ടിയത്. കാര്യം അതിൻ്റെ അകത്ത് ആ ഒരു സ്മോക്കിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഈ ഒരു ഡിമോണിക്കോറ അടുത്ത സെക്കൻഡ് ഇവൻ അതിൻ്റെ അന്ന് പാഞ്ഞു വരികയും ചെയ്യും. ഈ സമയത്ത് തന്നെ ഇപ്പോൾ അവൻ്റെ ആ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് തിരിച്ചൊരു അറ്റാക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇയോൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു എനർജി അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരുന്നു. ആ ടൈമിൽ തന്നെ അവൻ പറയും ചെയ്യും, നിൻ്റെ ട്രിക്സ് ഒന്നും ഇനി എൻ്റെ മേത്ത് വർക്ക് ചെയ്തില്ലടാ. ആണോ എങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇയോൺ അവൻ്റെ ഫുൾ പവറിലാണ് അവിടേക്ക് വന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇയോൺ ആ ഒരു സ്പോട്ടിൽ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു മോൺസ്റ്ററായിട്ട് ചേഞ്ച് ആയിരുന്നു. അവൻ്റെ സോഡിൻ്റെ പുറകിൽ അത്രത്തോളം സ്ട്രെങ്തും ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് ആ ഒരു അറ്റാക്ക് വന്നപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി, ഇതവന് കൗണ്ടർ ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ എങ്ങനെ പോലും ഇത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ട്. അവനത് ബ്ലോക്ക് ചെയ്യാൻ നോക്കുകയും ചെയ്യും അവൻ്റെ ഫുൾ പവർ യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇയോനൊട്ടും ഹോൾഡ് ബാക്ക് ചെയ്യുന്നില്ലായിരുന്നു. അടുത്ത സെക്കൻഡ് അവൻ്റെ ശരീരം തുളച്ചുകൊണ്ട് ഇയോൺ നേരെ പുറകിലേക്ക് വരികയും ഈ സമയത്ത് തന്നെ ബോൺ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിപ്പോയി. എന്നാൽ ഇയോന് പോലും അവൻ്റെ പവറിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അവനും അവിടെ നിലത്ത് വീണു. ബോൻ്റെ കൈകൾ പതുക്കെ വിറക്കാനിട്ട് തുടങ്ങി. അല്ല, ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മരിച്ച് നിലത്തേക്ക് വീണു. ഇയോൺ തൻ്റെ ഉള്ള ശക്തിയൊക്കെ കൊണ്ട് അവിടുന്ന് എങ്ങനെയൊക്കെ എഴുന്നേക്കുകയും ചെയ്യും. നന്നായിട്ട് തന്നെ അവൻ കഥക്കുന്നുണ്ടായിരുന്നു. അല്ല, സാർമ എന്ന് പറഞ്ഞ് അവൻ നേരെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സാർമ നേരെ മുട്ടുകുത്തി നിലത്തേക്കിരുന്നത്. ഞാൻ റിയോഗിൻമ, ഹെഡ് ഓഫ് ദി റോയൽ ബോഡി ഗാർഡ് ടു ദി പെട്രേജ്. ഞാൻ ഏറ്റവും പുതിയ ഡിമോണിക് ലോർഡിനെ ഇവിടെ വാഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തലകുനിക്കുന്നു. സാർമ, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? സാർമായോ? അതിനർത്ഥം ഇതാണോ ദി റോയൽ ബോഡി ഗാർഡിൻ്റെ ഹെഡ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഏറ്റവും പുതിയ ഡിമോണിക് ലോർഡിനെ എൻ്റെ റെസ്പെക്ട് നേരുകയാണ്. അപ്പോൾ സാറുമായിരുന്നു ഞങ്ങൾ ഇത്ര നാൾ ഗ്യാദർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല സാർ, താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അല്ല, ഇനിയെങ്ങാനെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്നാണ് തിരിഞ്ഞ് ഇയോനെ നോക്കിയത്. അപ്പോഴാണ് ആ ഒരു സോഡും അവൾ കാണുന്നത്. ദി ഡിമോണിക് സോഡ്. പെട്ടെന്ന് അവൾ നിലത്തേക്ക് തല കുത്തി നിന്നു. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ മൂഹോയോൺ 10th എൽഡർ ഓഫ് ദി ഡിമോണിക് വാരിയർ കൾട്ട്. ഞാൻ ഏറ്റവും പുതിയ ഡിമോണിക് ലോർഡിൻ്റെ മുമ്പിൽ എൻ്റെ റെസ്പെക്ട് നേരുന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇത് എന്താണ് ചെയ്യുന്നത്? മൈനർ പീസ്, അത് മറ്റൊന്നും കൊണ്ടല്ല, താങ്കളാണ് യഥാർത്ഥ പുതിയ ഡിമോണിക് ലോർഡ്. പുതിയ ഡിമോണിക് ലോർഡോ? നമ്മുടെ സിറ്റിയുടെ നോർത്ത് സൈഡിൽ ഒരു ആൻസിസ്ട്രൽ ടാബ്ലറ്റൊക്കെ ഉള്ള ഒരു ഷ്രൈനുണ്ട്. എല്ലാ പ്രീവിയസ് ഉള്ള പെട്രേച്ചിൻ്റെ ഷ്രൈനും അവിടെയാണുള്ളത്. അവിടെ നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ ടാബ്ലറ്റ്സും ഉണ്ട്. ആ ഒരു ആൾട്ടറിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എഴുതിയത് തന്നെ നമ്മുടെ ഫൗണ്ടിങ് ആയുള്ള ഡിമോണിക് ലോഡാണ്.
പുള്ളിക്കാരൻ ദി ഹെവൻസിൽ നിന്ന് വന്നെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്: യഥാർത്ഥ ട്രൂ ഡീമൺ സോഡ് ആരാണ് വീൽഡ് ചെയ്യുന്നത് അവനായിരിക്കും ആ ഒരു ടൈറ്റിലിന്റെ ഉടമ. എന്നാൽ ആ ഒരു കാര്യം നമ്മുടെ പെട്രേച്ചിന് പോലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നാൽ പെട്രേച്ചിന്റെ ഹിസ്റ്ററിയിൽ തന്നെ, നമ്മുടെ കൾട്ടിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരാൾക്ക് പോലും ആ ഒരു ടൈറ്റിൽ, ഡീമൺ ലോഡ് എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ ലഭിച്ചില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പെട്രേച്ചിന്റെ ഡീമൺ സോഡ് എന്ന് പറയുന്നത് അത് മേർലി ഒരു ഇമിറ്റേഷൻ മാത്രമാണ്. അത് അദ്ദേഹത്തിനും ബാക്കിയുള്ള എല്ലാ എൽഡേഴ്സിനും കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, ഇത് ശരിക്കും സ്ട്രേഞ്ച് അല്ലേ? ഇവിടെ നമ്മുടെ പെട്രേച്ചിനും ആ ഒരു ഡീമൺ സോഡ് ഒരു ഇമിറ്റേഷൻ ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബാക്കിയുള്ളവരിങ്ങനെ പറ്റിക്കേണ്ട കാര്യം. സത്യം പറഞ്ഞാൽ ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ആൻസസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ടെയില് കിട്ടിയിരുന്നു. ആ ടെയില് പറയുന്നത് ഇങ്ങനെയാണ്: ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബെർസെർക് സേബർ ഗോഡിന്റെ ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞ ആ ടൈമിൽ യഥാർത്ഥ ട്രൂ ഡീമൺ സോഡ് സ്റ്റോളൻ ചെയ്യപ്പെട്ടു. എന്നാൽ ഇത് പുറത്തു വന്ന നമ്മുടെ കൾട്ടിനും എൽഡേഴ്സിനും ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഇത് നാണക്കേടായതുകൊണ്ട് അതാരും പറയാഞ്ഞതാണ്. കൊള്ളാം. അപ്പോൾ അതും ഒരു ഇമിറ്റേഷൻ ആയിരിക്കും. കാര്യം യഥാർത്ഥ ആ ഒരു സോഡ് ആ ഒരു സീൽഡ് ഡിമോണിക് ചേമ്പറിലല്ല ഉണ്ടായിരുന്നത്. എൽഡർ റിയോൺ പറഞ്ഞത് പലതും സത്യമാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പെട്രേച്ച് ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യാത്തത് മറ്റൊരു കാര്യം കൊണ്ടാണ്. അത് ഡീമൺ ഓർഡറിന്റെ പ്രൊട്ടക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ഈ ഒരു പ്രൊട്ടക്ടേഴ്സ് ഉണ്ട്. അവരാണ് പെട്രേച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് നമ്മുടെ ട്രൂ ലോഡ് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം നമ്മുടെ പെട്രേച്ച് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് അവരാണ്. പിന്നെ ഈ പ്രൊട്ടക്ടേഴ്സിന്റെ സ്കില്ലെന്ന് പറയുന്നത് ദി ഹെവൻലി ഡീമൻ അദ്ദേഹം തന്നെ പാസ് ഡൗൺ ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവൻ നമ്മുടെ പെട്രേച്ചിന് പോലും ആ സ്കിൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിലുപരി ഇവരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഷാഡോസിലാണ്. അതുകൊണ്ട് ഇവരുടെ ആ ഒരു എക്സിസ്റ്റൻസിനെ പറ്റി പോലും ആർക്കും അറിഞ്ഞൂടാ. അടുത്ത സെക്കൻഡിലാണ് അവൻ അതെടുത്ത് കാണിക്കുന്നത്. അല്ല, ഇതിനർത്ഥം അടുത്ത സെക്കൻഡിൽ അവനത് തിരിക്കുകയും ചെയ്യും. ദി ഡിമോണിക് ഓർഡർ. അതെ, ഞാനാണ് ഇപ്പോൾ കറന്റ് ഡിമോണിക് കോഡിന്റെ പ്രൊട്ടക്ടർ. ഇതൊരു സീക്രട്ട് ആയുള്ള ടൈറ്റിലാണ്. എനിക്കും എൻ്റെ പ്രീവിയസ് ആയിട്ട് വന്ന ഹെഡ് റോയൽ ബോഡി ഗാർഡ്സിന് മാത്രം അറിയാവുന്ന ആ ഒരു സത്യം. ഈ ഒരു മെഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തത് തന്നെ നമ്മുടെ ഫൗണ്ടിങ് ഉള്ള ഡിമോണിക് ലോഡാണ്. അല്ല, താങ്കൾ ഈ ഡിമോണിക് കോഡിന്റെ പ്രൊട്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്രേച്ചിന് താങ്കളൊരു ത്രെറ്റ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് താങ്കൾ എപ്പോൾ വേണമെങ്കിലും. അതുകൊണ്ട് നമ്മുടെ ഡിമോണിക് ലോഡ് ഞങ്ങളുടെ എല്ലാവരുടെ മേത്ത് ഒരു റെസ്ട്രിക്ഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പറയുന്നത് ദി ഫോർബിഡൻ പോയിസൺ പാരസൈറ്റ് എന്നാണ്. ഈ ഒരു പോയിസൺ ഇൻസെറ്റ് ഞങ്ങളുടെ ബോഡിയിൽ, അതായത് പ്രൊട്ടക്ടേഴ്സിന്റെ ബോഡിയിലാണ് ജീവിക്കുന്നത്. ആൻഡ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ദി ഡോമിനേറ്റർ ഇൻസെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇന്റേണൽ എനർജി ഈ ഒരു ഡോമിനേറ്റിംഗ് ഇൻസെറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തുള്ള ആ ഒരു പോയിസൺസ് ഇൻസെറ്റ് അത് ഞങ്ങളെ കൊല്ലുകയുണ്ടാകും. എൻ്റെ ഹൃദയത്തിലും എൻ്റെ ലോവർ അബ്ഡോമനിലും ഈ ഒരു ഇൻസെറ്റ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പോയിസൺസ് പാരസൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഡിമോണിക് ഇൻസെറ്റ് ആണ്. അത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് പുതിയ പെട്രേച്ച് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങൾ ഈ ഒരു ഡോമിനേറ്റർ ഇൻസെറ്റിനെ കൊടുക്കാറുണ്ട്, ഞങ്ങളുടെ ലോയൽറ്റി വോ ചെയ്ത് കൊടുക്കുന്നത് പോലെ. കാര്യം, നിലവിലുള്ള പെട്രേച്ചിനെ ഞങ്ങൾ കൊല്ലാനുണ്ടോ, ഞങ്ങൾ അദ്ദേഹത്തിനെ അപായപ്പെടുത്താനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോഴാണെങ്കിലും ഞങ്ങളെ കൊല്ലാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കാര്യം നമ്മുടെ കൾട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി റോയൽ ബോഡി ഗാർഡും പെട്രേച്ചും പരസ്പരം എപ്പോഴും ഒരു മൈനർ രീതിയിലെങ്കിലും ശത്രുക്കളാണ്. നമ്മുടെ ഡിമോണിക് ലോഡ് പറഞ്ഞത് അദ്ദേഹം ഈ ഒരു ഡിമോൺ സോഡ് ഡിമോണിക് കൾട്ടി തന്നെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം പറയണ്ടായിരുന്നു: ഈ ഒരു ഡീമൺ സോഡ് വേർത്തിയായിട്ടുള്ള ഒരാളായിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്. ഞങ്ങൾ പ്രൊട്ടക്ടേഴ്സ് വർഷങ്ങളോളം ഇതിനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ ഒരു പെട്രേച്ച് പോലും ഈ ഒരു സോഡ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതുമാത്രമല്ല, യഥാർത്ഥ ഡീമൺ ലോഡും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി. അതും കൂടാതെ ഡിമോണിക് കോഡിലുള്ള ഞങ്ങളുടെ പ്രൊട്ടക്ടേഴ്സിന്റെ യഥാർത്ഥ ലോഡ് എന്ന് പറയുന്നത് ആ സമയത്തുള്ള ഡിമോണിക് ലോഡ്സ് മാത്രമായിരിക്കും. അതുകൊണ്ട് താങ്കളുടെ ആ ഒരു ഡിവൈൻ എനർജി എന്നെ മെത്തി വെച്ച് ഈ ഒരു റെസ്ട്രിക്ഷൻ അത് എന്നെ മെന്ന് ഒന്ന് ബിസ്റ്റോ ചെയ്യേണ്ടതാണ്. അല്ല, നീ പറയുന്നത് ഇതിനെപ്പറ്റിയാണോ? അതെ, അത് തന്നെ. ഈ ഡോമിനേറ്റർ ഇൻസെറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ശരീരത്തിൽ വെച്ചുള്ള ഒരു മേർലി ഒരു ടെമ്പററി റെസ്ട്രിക്ഷൻസ് മാത്രമാണ്. അത് ഈ ഡിമോണിക് എനർജി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഈ ഒരു പോയിസൺ പാരസൈറ്റിനെ കൊല്ലാൻ സാധിക്കുന്നത് ദ ട്രൂ ഡീമൺ ലോഡിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈൻ എനർജി എൻ്റെ ശരീരത്തിൽ വെച്ച് ആ ഒരു ഡോമിനേറ്റർ ഇൻസെറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതാണ്. ആ ടൈമിൽ തന്നെ ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ആ ഒരു എനർജി പെട്ടെന്നാണ് അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അതുമാത്രമല്ല, സാർമായ്ക്ക് നന്നായിട്ട് വേദനിക്കാനും തുടങ്ങി. പെട്ടെന്ന് ആ ഒരു എനർജിയെല്ലാം കൂടെ ഗ്യാദർ ചെയ്ത് അവൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരികയും ആ ഒരു ഇൻസെറ്റിന് പെട്ടെന്ന് അനക്കമുണ്ടാകുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു ഇൻസെറ്റ് മരിച്ച് അവൻ കണ്ണു തുറന്നു. ഞാൻ റിയോഗിൻമ, പ്രൊട്ടക്ടർ ഓഫ് ദി ഡിമോണിക് ഓർഡർ ആൻഡ് ദി ഹെഡ് റോയൽ ബോഡി ഗാർഡ്, ഞാൻ എൻ്റെ ലോയൽറ്റി ഏറ്റവും പുതിയ ഡിമോണിക് ലോഡിനെ വോ ചെയ്ത് കൊടുക്കുകയാണ്. അല്ല, സാർമായും ലോയൽറ്റി എനിക്ക് തന്നിരിക്കുന്നു. ഇത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആൻഡ് ഇപ്പോൾ എനിക്ക് എൻ്റെ റോയൽ ബോഡി ഗാർഡ് ഹൗസിൻ്റെ സപ്പോർട്ടുണ്ട്. സാർമ, താങ്കൾ ഈ ലോയൽറ്റി കൊടുത്തൊക്കെ കൊള്ളാം,
പക്ഷേ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? അതും ശരിയാണല്ലേ. ഇനി എൻ്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാം. 25 വർഷങ്ങൾക്ക് മുമ്പ് പ്രീവിയസ് അല്ല പെട്രിയാച്ച് ആ ഒരു പൊസിഷൻ അബാൻഡൻ ചെയ്ത സമയത്ത് അദ്ദേഹം നേരെ പോയത് ഐസൊലേഷൻ ട്രെയിനിങ്ങിലേക്കായിരുന്നു. അദ്ദേഹം ഏകദേശം 5 വർഷത്തോളം അവിടെ ആ ഒരു ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ പ്രീവിയസ് പെട്രിയാച്ചിനെ കാണാതെ ദിവസം അദ്ദേഹത്തിനെ ഞാൻ കണ്ടിരുന്നു. ഇത് താങ്കൾ എങ്ങും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. കാര്യം എന്നോട് പറയില്ലെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കാണിക്കുന്നത് 20 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ റയോൺമാരുടെ ആ ഒരു കോട്ടേഴ്സ്. സാർമാ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരാൾ പോലും അറിയാൻ പാടില്ല, ഇൻക്ലൂഡിങ് നമ്മുടെ സ്വന്തം ഇപ്പോഴത്തെ പെട്രിയാച്ച് പോലും. സാർ, ഞാൻ താങ്കളുടെ സർവീസിലുണ്ട്. നിനക്ക് എന്തായാലും ഇവോൾവ് ഡീമൺ സോ ടെക്നിക്കും പിന്നെ 24 ഡീമൺ സോ ടെക്നിക്കിനെ പറ്റി നന്നായിട്ട് അറിയാലോ, അണ്ടർഗ്രൗണ്ട് മാനുവലിലുള്ളത്. അതെ, ഞാനെന്തായാലും തൽക്കാലം ഒരു സ്ഥലത്തേക്ക് പോകുവാണ്. പറഞ്ഞതാണ് നമ്മുടെ പ്രീവിയസ് പെട്രിയാച്ചുള്ള ഇഞ്ചി ചിയോൺ. ഞാൻ 10 വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ നീ ഒരു സോ ടെക്നിക്ക് പാസ് ഡൗൺ ചെയ്യണം. അത് പാസ് ഡൗൺ ചെയ്യേണ്ടത് ആർക്കാണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നാ ഇത് കയ്യിൽ വെച്ചോ. അല്ല സാർ, ഇതെന്താണ്? നീ തന്നെ തുറന്ന് വായിച്ചു നോക്ക്. അവനട്ടെ അത് വായിച്ച് നോക്കുകയും ചെയ്യും. സാർ, ഇത് കഴിഞ്ഞ 5 വർഷം ആ ഒരു ഐസൊലേഷൻ ട്രെയിനിങ്ങിൽ വെച്ച് ഞാനിത് കംപ്ലീറ്റ്ലി ഒന്ന് പഠിക്കാനായിട്ട് നോക്കിയിരുന്നു. എനിക്കിത് കംപ്ലീറ്റ്ലി പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ പോകാൻ നേരത്ത് നീ ഇതിനെപ്പറ്റി വീണ്ടും റിസർച്ച് ചെയ്യണം, എന്നിട്ട് അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ചെയ്യണം. അത് ദി ഡിമോൺ ക്ലോണിൻ്റെ സോഡ് ആർട്ടാണ്. പക്ഷേ സാർ, താങ്കൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ എങ്ങനെയാണ്? അല്ല, ഈ ഒരു ഡിഫിക്കൽട്ടായുള്ള ടാസ്ക് ഞാൻ നിനക്ക് തന്നെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം 8 വർഷത്തോളം ഞാനത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു, ഡിമോൺ ക്ലോണിൻ്റെ സോഡ് ആർട്ട്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആ ഒരു എനർജി സർക്കുലേഷൻ ടെക്നിക്കും ഒന്നും തന്നെ എനിക്ക് പ്രോപ്പർലി ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അത് വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പഠിച്ചു. അതായിരുന്നു സോഡ് വിസ്പറിങ്. 10 വർഷത്തിന് ശേഷം പ്രീവിയസ് പെട്രിയാച്ച് തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് ഞാനിത് പാസ് ഡൗൺ ചെയ്യാനായിട്ടും തീരുമാനിച്ചത്. അല്ല, എങ്കിലും എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. നമ്മുടെ പ്രീവിയസ് പെട്രിയാച്ച് എങ്കിൽ നമ്മുടെ കറണ്ട് പെട്രിയാച്ച് എന്താണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കാഞ്ഞത്? ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം പറയണമെന്നുണ്ട്. കാര്യം നമ്മുടെ കറണ്ട് പെട്രിയാച്ച് ശരിക്കും വേർത്തിയല്ലെന്നായിരുന്നു നമ്മുടെ പ്രീവിയസ് പെട്രിയാച്ച് വിചാരിച്ചിരുന്നത്. എന്ത്? നമ്മുടെ പ്രീവിയസ് പെട്രിയാച്ച് എന്ന് പറയുന്നത് UV ചികളുണ്ട്, അതായത് സ്റ്റെൽത്ത് സെറ്റിലെ ആ ഒരു ഡിസൈൻ തന്നെയാണ് അടുത്ത മൈനർ പിസ്സാക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ നമ്മുടെ കറണ്ട് പെട്രിയാച്ച് സോഡ് സെറ്റിലെ ആ ഒരു ഡിസൈൻ ആ ഒരു അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരെയും കൊല്ലുകയുണ്ടായി. ആൻഡ് അത് മാത്രമല്ല, അവൻ്റെ സ്വന്തം ബ്രദറല്ല യു ജങ് ചിയോൻ്റെ കൈയും അവൻ മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും ക്രൂവലും കോൾഡുമുള്ള ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതായിരുന്നു പ്രീവിയസ് പെട്രിയാച്ച് ആ ഒരു പൊസിഷൻ യു ജോങ് ചെയ്യാനുള്ള നമ്മുടെ കറണ്ട് പെട്രിയാച്ചിന് കൊടുത്തത്. അന്നീക്കാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ പ്രീവിയസ് പെട്രിയാച്ച് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്കൊരു വാർണിംഗ് കൂടെ തന്നു. വാർണിങ്ങോ? അതെന്തായിരുന്നു? ഞാൻ 10 വർഷത്തിനിടയിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കൾട്ട് ശരിക്കും ഒരു അപകടത്തിലാണ്. അല്ല, അപ്പോൾ ആ ഒരു ബെർസർക്ക് സേബർ വാരിയേഴ്സിൻ്റെ കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നോ? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയാവുന്നതായിരുന്നു. പക്ഷേ ഞാനെന്തായാലും അത് വിറ്റ്നസ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ്. അപ്പോൾ പ്രീവിയസ് പെട്രിയാച്ചിൻ്റെ ആ ഒരു മിസ്സിങ്ങിന് ഈ ഒരു 6 ബെർസർക്ക് സേബർ വാരിയേഴ്സിന് എന്തൊരു പങ്കുണ്ട് സാർമാ. പക്ഷേ എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ എന്തിനാണ് ഈ 10 ദിവസം ഇത് നേരത്തെ ആക്കിയത്? അത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ കൊണ്ട് നേരെ എൽഡർ ഇയോനാണ് അവൻ നോക്കിയത്. പിന്നെ കാണിക്കുന്നത് പെട്രിയാച്ചിൻ്റെ ക്വാർട്ടേഴ്സാണ്. ആ ഒരു ഓഫീസും കാണാൻ സാധിക്കും. ഞങ്ങൾ സാർ മാനെ ഫോളോ ചെയ്തിരുന്നു. പുള്ളിക്കാരൻ വെസ്റ്റ് സൈഡിലെത്തിയതിനു ശേഷം ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പമായിരിക്കത്തില്ല ബോഡി ഗാർഡ്സിനെ വെച്ച് നോക്കുന്നിടത്ത്. പറഞ്ഞത് നമ്മുടെ പെട്രിയാച്ചിൻ്റെ ഡയറക്റ്റ് ബോഡി ഗാർഡുള്ള ഹിയോങ് പേ ആയിരുന്നു. ഫ്ലൈയിങ് ഫാൻറ്റം സെല്ലിലുള്ളവർ പറഞ്ഞിരുന്നു അവർ രണ്ടുപേരും ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ലെന്ന്. ഇത് തന്നെയാണ് എൽഡർ മൂഹോയുടെ കാര്യം ഡെമോണിക് റീച്ചിങ് സെറ്റിലെയും. ഈ സമയത്ത് പെട്രിയാച്ച് കംപ്ലീറ്റ്ലി ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ നടന്നു വന്നത്. അവർ പെട്രിയാച്ച് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവൻ എന്തായാലും ഇനി നമുക്കൊരു കാര്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. താങ്കളുടെ ഫിസിയോളജി വെച്ച് ഒരു കാര്യം ഉറപ്പായി, അവനെന്തായാലും ഇപ്പോൾ ഒരു ത്രെറ്റാണ്. അതൊരു കാര്യമാണെങ്കിൽ കൂടിയും കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഇതെല്ലാം തന്നെ താങ്കളൊന്ന് മര്യാദയ്ക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഉറപ്പ് തരുവാണ്, ബോങ് ജി ഗിയോങ് അവനെന്തായാലും ജീവനോടെ തിരിച്ചു വരത്തില്ല. കുറച്ചു നാൾക്ക് മുമ്പ് തന്നെ അവൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ താങ്കൾ നോക്കേണ്ടതായിരുന്നു പെട്രിയാച്ച്. ഈ സമയത്ത് തന്നെ പെട്രിയാച്ച് കംപ്ലീറ്റ്ലി സീരിയസ് ആയിരുന്നു. അവൻ എന്തായാലും ഒരു കരുവെന്ന നിലയ്ക്ക് ഇനി വാല്യൂ ഒന്നുമില്ല. പക്ഷേ ഉള്ളത് പറയാലോ, ഒരു ചീഞ്ഞ ശരീരം വെട്ടിക്കളഞ്ഞാൽ മാത്രമേ പിന്നെ അവിടെ പൊറുക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അപ്പോൾ അവൻ്റെ കൈ വെട്ടിക്കളയണമെന്നാണോ? ഒരു വയസ്സുള്ള ഡിസിഷനാണ് അത് പെട്രിയാച്ച്. ഹിയോങ്, യെസ് ഓർ പെട്രിയാച്ച്, ഇതൊരു പെട്രിയാച്ചൽ ഓർഡറാണ്. എത്രയും പെട്ടെന്ന് ഹിയോമങ് ലീനെയും സിയോപങ്ങിനെയും അറസ്റ്റ് ചെയ്തേക്ക്. പിന്നെ കാണിക്കുന്നത് ആ ദിവസത്തിന് മുമ്പുള്ളൊരു കാഴ്ചയാണ്. ഇയോണും അതിൻ്റെ ബാക്കിയുള്ള ഫോളോവേഴ്സ് എല്ലാവരും കൂടെ ബോങ്ജിയുടെ ആ ഒരു ശരീരം അവിടെ ബേറി ചെയ്തു. അതായത് അത് ബേറി ചെയ്തത് തന്നെ അവരുടെ ഫൈറ്റ് നടന്ന ഒരു സ്ഥലത്തല്ല, കുറച്ച് ദൂരത്തേക്ക് മാറിയായിരുന്നു.
ഇയോൺ കംപ്ലീറ്റ്ലി ക്യൂ അഡ്ജസ്റ്റ്മെന്റും ഞാനോടെ സാധ്യതയോടുകൂടി ഫുള്ളി കംപ്ലീറ്റ് ഹീലെങ്കിൽ കൂടി ബാക്കിയുള്ളവർക്ക് കുറച്ച് താമസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇയോൺ തിരിച്ച് കൾട്ടിലേക്ക് വന്നപ്പോൾ ഏകദേശം രാവിലെ 10 മണിയായി. എന്നാൽ വന്നപ്പോൾ തന്നെ ഇയോണിന് എന്തൊന്ന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ആ ഒരു സംഭവം കാണിക്കാൻ നേരത്ത് അവർ പറഞ്ഞു ചെയ്യും, ഗ്രീറ്റിംഗ്സ് മൈനർ പ്രീസ്റ്റ്. ഈ ടൈമിൽ അവർ പരസ്പരം നോക്കുന്നതും ഇയോൺ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനോ ഡിസ്റ്റൻറ്റ് വിസ്പറിംഗ് ടെക്നിക്ക് കംപ്ലീറ്റ്ലി ഒന്ന് കേട്ടേക്ക്. അതിനുശേഷം അവൻ നടന്ന് അകത്തേക്ക് പോവുകയും ചെയ്യും. അവൻ തിരിച്ചു വന്നിരിക്കുന്നു. പെട്രേച്ചിന് എത്രയും പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്യും. എനിക്ക് ഉറപ്പായിരുന്നു പെട്രേച്ച് എന്തായാലും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊട്ട് നിസ്സാരമല്ലായിരുന്നു. അപ്പോൾ സാർ മാ പറഞ്ഞതുപോലെ എന്തോ വലുത് തന്നെ വരാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാർ മായിനെയാണ്. പെട്രേച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ റോയൽ ബോഡി കണ്ട ഹെഡിനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവനകത്തേക്ക് കൊണ്ടുപോവാ. ഇന്നലെ രാത്രി താങ്കൾ ശരിക്കും നന്നായിട്ട് തന്നെ എസ്കേപ്പ് ചെയ്തതല്ലേ സാർമ? എന്നോട് ക്ഷമിക്കണം പെട്രേച്ച്, ഞാൻ കാരണം താങ്കൾ വിഷമിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. സെക്കൻഡ് എൽഡർ ബോങ് ജി ഗിയോങ്, അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതാണ്, പക്ഷേ തിരിച്ചു വന്നിട്ടില്ല. അല്ല, അതിനർത്ഥം ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ലല്ലോ. അവൻ മാത്രമല്ല ഇന്നലെ ഇവിടുന്ന് പോയത്, പകരം എൽഡർ ഇയോണും പിന്നെ മൈനർ പ്രീസ്റ്റും കൂടെ ഇവിടുന്ന് പോയിരുന്നു. നാശം, എന്നെ മാത്രമല്ലായിരുന്നു അദ്ദേഹം ബോഡി ഗാർഡ്സിനെ വെച്ച് ട്രാക്ക് ചെയ്തുകൊണ്ടെന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നല്ലേ. എന്തായാലും മൈനർ പ്രീസ്റ്റിന്റെ നേരത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതെന്തായാലും അവൻ ചെയ്ത പരിപാടിയാകാനാണ് ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല മൈനർ പ്രീസ്റ്റ് അവനെ കാലത്ത് നിന്ന് പുറത്തേക്ക് ലൂർ ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്ത് കൊന്നു. സോ ഇത് പേഴ്സണലി ആ ഒരു ഗ്രഡ്ജിന്റെ പുറത്ത് ചെയ്തതായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നല്ലേ താങ്കളുടെ പ്ലാൻ? എന്തായാലും പുതിയ ഡ്യൂമൺ ക്ലോഡിന് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യണം. അവർ പെട്രേച്ച് മൈനർ പ്രീസ്റ്റിന് ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. അദ്ദേഹത്തിന് പേഴ്സണൽ ഫീലിങ്സും ഇല്ല. അതെയോ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. പുതിയ ഡ്യൂമൺ ക്ലോഡിനെ ഞാനെന്തായാലും ടൈറ്റുള്ള ഒരു സ്പോട്ടിലേക്ക് എത്തിക്കാനും പാടില്ല. ഞാൻ എല്ലാം തന്നെ താങ്കളോട് പറയാം. അത് മാത്രമല്ല ബ്ലഡ് റിവേഴ്സൽ ആർട്ടറി ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ശരിക്കും വലുതായിരുന്നു. എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാനും സാധിച്ചില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി റിക്കവർ ചെയ്യാനുള്ള പ്ലാൻസിലായിരുന്നു ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ എന്തായാലും കുറച്ച് ബോഡി ഗാർഡ്സിനെ നിന്റെ കൂടെ അസൈൻ ചെയ്യാം. നീ എത്രയും പെട്ടെന്ന് തന്നെ എൽഡർ സെക്കൻഡ് ബോഡി ഇവിടേക്ക് എത്തിക്കണം. യെസ് സാർ. അപ്പോൾ വീണ്ടും നമുക്ക് കറക്റ്റ് ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. പെട്രേച്ച് റിയോവിൻ മാ അവൻ എന്തായാലും മൈനർ പ്രീസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും ഇത് നടക്കുമെന്നും തോന്നുന്നില്ല. ഇനി എനിക്ക് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പെട്രേച്ചിട്ട് ഒരു താക്കോലെടുക്കുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം അവൻ തുറക്കുന്നതാണ്. അതിനുശേഷം ആ ഒരു പെട്ടിയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പെട്ടി തുറക്കാൻ നേരത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ഡോമിനേറ്റിംഗ് ഇൻസെക്റ്റ് 25 വർഷങ്ങൾക്ക് മുമ്പ് സാർമ ആ ഒരു ലോയൽറ്റി വോച്ച് ചെയ്തപ്പോൾ അദ്ദേഹം എനിക്ക് തന്നൊരു കാര്യമാണ്. ഇത് കഴിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഞാൻ അനലൈസ് ചെയ്തിരുന്നുകൊണ്ട് അതാട്ടെ പെട്രേച്ചെടുത്ത് വിഴുങ്ങുന്നുകൊണ്ട്. ഇത് കാണുന്നിടത്ത് ഒട്ടും തന്നെ ഒരു നല്ലൊരു കാഴ്ചയല്ലായിരുന്നു. ഇനി എന്തായാലും അവൻ എൻ്റെ ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ കാണിക്കുന്നത് ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റിൻ്റെ ആ ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ സാർ ലീനെ സിയോപിങ്ങിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നില്ലേ? അതെ, ബേക്സിനെ വാങ്ചുലിനെ ദൂരത്തേക്ക് അവർ അയച്ചിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 4 സെറ്റ്സിൻ്റെ അടുത്തേക്ക് അവരെ അയച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ പെട്രേച്ചിൻ്റെ ഓഫീസിലേക്ക് അവരെ കൊണ്ടുപോകുന്നതും കണ്ടിരുന്നു. അല്ല, ഇതൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യം ഒരു വാർഡൻ ക്ലാസ്സിൻ്റെ മേഖലയിലൊക്കെയുള്ള എല്ലാവരെയും അവരോരോ പൊസിഷനിലേക്ക് അയക്കുവാണ്. മൈലോഡ്, ഞാനെന്തായാലും താങ്കളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, ഞാനൊരു വാർഡൻ കഴിഞ്ഞത് നന്നായി. ഈ വിഡ്ഢിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്തതുകൊണ്ടാണ് ഇവനെ എങ്ങും അസൈൻ ചെയ്യാത്തതെന്ന്. പക്ഷേ അത് 2 റോയൽ ബോഡി ഗാർഡ്സും വാർഡൻസും മാത്രമല്ല, എൽഡർ സമയം പിന്നെ എൽഡർ മുൻ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി പെട്രേച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടേണ്ട സമയമായിരിക്കുന്നല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എല്ലാവരും താങ്കൾക്ക് വേണ്ടി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മാസ്ക് മാറ്റി കഴിഞ്ഞാൽ താങ്കൾക്കും അത് കിട്ടുന്നതായിരിക്കും. പക്ഷേ പെട്രേച്ച് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊട്ടും നല്ലതല്ലല്ലോ. പക്ഷേ ഞാനും എൽഡർ ഹാനും താങ്കളുടെ കൂടെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇവനെ കൊണ്ട് അത് വേറെ കാര്യമുള്ള കാരണമാണെന്ന് ഇവനറിഞ്ഞൂടല്ലോ. പെട്രേച്ച് എന്തായാലും മൈനർ പ്രീസ്റ്റിനെ നേർക്ക് നേർ നിന്നുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്നാണ് അവർ രണ്ടുപേരും ഞെട്ടിത്തരിച്ചു പോയത്. മൈലോഡ്, എന്തു പറ്റി? ആ ടൈമിൽ തന്നെ ഹോൻ പറയുകയും ചെയ്യും, ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മൾ ശരിക്കും താമസിച്ചിരിക്കുന്നു എന്ന് പറയാൻ നേരത്ത് പെട്രേച്ചിന്റെ ബാക്കിയുള്ള ആൾക്കാർ ഫ്ലൈയിങ് ഫാൻറ്റം സോൺ സെറ്റിന്റെ മുമ്പിലേക്ക് വന്നിരുന്നു. ചീഫ്, ഒരു പ്രശ്നമുണ്ട്. അല്ല, എന്താണ്? അല്ല, നമ്മുടെ മാനിന്റെ ഫ്രണ്ടിൽ കുറച്ച് പേർ വന്നിട്ടുണ്ട്. അതിലൊരുത്തൻ പറയുന്നത് ദി കേഴ്സ്ഡ് സോർഡ് ബ്രിഗേഡിന്റെ വാർഡനാണെന്നാണ്. എന്ത്? അവിടുന്നോ? ഈ സമയത്ത് നമ്മുടെ ഇയോൺ ചോദിക്കുകയും ചെയ്യും, അല്ല എൽഡർ, എന്തു പറ്റി? അത് കേട്ടിട്ട് തന്നെ താങ്കളൊന്ന് ദി കേഴ്സ്ഡ് സോർഡ് ബ്രിഗേഡ് അതെന്ന് പറയുന്നത് സോർഡ് സെറ്റിന്റെ താഴെ വരുന്ന 2 ഷാഡോ സോർഡ് സെറ്റിലെ ഒരെണ്ണമാണ്. ഷാഡോ സെറ്റ് സത്യം പറഞ്ഞാൽ ഇത്രയും പവർഫുൾ ആകാനുള്ള കാര്യം എന്ന് പറയുന്നത് അവർ ഹിഡൻ ആയിട്ട് വെക്കുന്ന ഈ സോർഡ് സെറ്റിനെ പറ്റിയാണ്. അതിൽ 2 ഫോഴ്സസ് ആയിരുന്നു. ഒന്ന് ഈ കേഴ്സ്ഡ് സോർഡ് സെക്റ്റും പിന്നെ മില്യൺ സോർഡ് സെക്റ്റും.
3 വർഷത്തിന് മുമ്പ് ഈ മില്യൺ സോട്ട്സെറ്റ് കാരണമായിരുന്നു ആ ഒരു ഡിമോണിക് അക്കാഡമിയിൽ ആ ഒരു ബ്ലഡ് റിവേഴ്സൽ ആർട്ടിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവരെ കംപ്ലീറ്റ്ലി അവിടുന്ന് മാറ്റുകയുണ്ടായി. പക്ഷേ ബാക്കിയുള്ളവർ ഇവിടേക്ക് വരുന്നു അതും ഇത്ര പെട്ടെന്നുണ്ടാകുമെന്നും ഞാൻ വിചാരിച്ചില്ല. ഇതത്ര നല്ലതല്ല. പെട്ടെന്നാണ് ഇയോൻ അവിടുന്ന് എഴുന്നേറ്റത്. മൈലോഡ് എന്തു പറ്റി? ഇയോൺ നേരെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അവനൊന്ന് ശ്വാസം വിടുന്നുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്കുള്ള ഒരേ ഒരു ദേഷ്യമെന്ന് പറയുന്നത് എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും അദ്ദേഹം അവിടെ വന്നില്ല എന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പവറിന് വേണ്ടി അദ്ദേഹമായിട്ട് ഫേസ് ടു ഫേസ് വരാനായിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരിക്കലും എനിക്ക് തടയാൻ പറ്റത്തില്ല. മേ ബി ഇതെൻ്റെ വിധിയായിരിക്കും. മൈലോഡ് താങ്കൾ എൽഡർ ഹുവാൻ എസ് മൈനർ പ്രീസ്റ്റ്, ഞാൻ ഇതിനു മുമ്പ് താങ്കളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു ഫേവർ താങ്കൾ ചെയ്തിരുന്നോ? ആ സമയത്താണ് പതുക്കെ ആ ഫാൻ എന്നവൻ ഉയർത്തിയത്. എന്നിട്ട് പറയും ചെയ്യും, ഓഫ് കോഴ്സ് അത് ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഫ്ലൈയിങ് ഫാൻറ്റം സോഡ് സെറ്റിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ്. അവിടെ 2 പേർ നിൽപ്പുണ്ടായിരുന്നു. അതിലൊരാൾ നമ്മുടെ പേയും മറ്റൊരാളായിരുന്നു നമ്മുടെ വാർഡൻ ഓഫ് ദി കേഴ്സ്ഡ് സോഡ് ബ്രിഗേഡ്സ് സർ പിയെ. അവരെന്തായാലും ഇവ പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നു. ഈ സമയത്ത് തന്നെ അവൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവരെന്തായാലും കുറച്ച് താമസിക്കുന്നുണ്ട് പുറത്തേക്ക് വരാനായിട്ട്. പക്ഷേ എന്തായാലും ഫൈറ്റ് ചെയ്യാനായിട്ട് അവർ നോക്കുമല്ല. ഈ സമയത്ത് നമ്മുടെ ഇയോൺ പുറത്തേക്ക് വരുന്നുണ്ട്. ഗ്രീറ്റിംഗ്സ് മൈനർ പ്രസ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും നമ്മുടെ ഇയോനെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇയോണും തിരിച്ചവരെ ഗ്രീറ്റ് ചെയ്യും. അല്ല, ഇത്രയും അധികം വയറേഴ്സ് എൻ്റെ ഫ്ലൈയിങ് ഫാൻറ്റം സോഡ് സെറ്റിൻ്റെ പുറത്ത് കണ്ടപ്പോൾ ഞാനൊന്ന് അയ്യോ എൽഡർ ഹുവാൻ, ഞങ്ങളോട് ക്ഷമിക്കണം, താങ്കളിത് അൺകംഫർട്ടബിൾ ആയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇത് ഞങ്ങൾ മറ്റൊരു കാര്യമുള്ള കാരണമാണ് ഇവിടേക്ക് വന്നത്. ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റുമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഞങ്ങൾ ഹാം ചെയ്യാൻ കൂടിയല്ല ഇവിടേക്ക് വന്നത് തന്നെ. ഞാൻ പെട്രേസിൻ്റെ ഒരു ഓർഡർ പോയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇത് മൈനർ പ്രീസ്റ്റിനുള്ളതാണ്. പെട്രേസിൻ്റെ ഓർഡറിന് മുമ്പിൽ ഞാൻ ഹംബ്ലി എൻ്റെ തല കുനിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവനിത് വായിക്കാനും തുടങ്ങി. പെട്രേഷ്യൽ ഓർഡർ പ്രകാരം മൈനർ പ്രീസ്റ്റ് അർജന്റായിട്ട് തന്നെ സെജാങ്ങിലേക്ക് പോകേണ്ടതാണ്. 6 ബെർസറക് സേബർ വാരിയേഴ്സ് ഇപ്പോൾ സൗത്തിലേക്ക് പോകുന്ന ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുറച്ച് ആൾക്കാരെ ഞാൻ അവിടേക്ക് വിടുന്നുണ്ട്. സോ അവരെ നയിക്കാനായിട്ട് മൈനർ പ്രീസ്റ്റ് അവിടേക്ക് ഇപ്പോൾ തന്നെ പോകേണ്ടതാണ്. ഇത് കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. മൈനർ പ്രീസ്റ്റ്, ഇത് കുറച്ച് പ്രശ്നമാണെന്ന് താങ്കൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ ഈ ഒരു ഓർഡർ പെട്രേഷ്യൽ ഓർഡറാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോയി കൊല്ലാനാണ് അദ്ദേഹം നോക്കുന്നതല്ലേ? ഈ സമയത്ത് തന്നെ ഹ്യോബങ്ങിനെ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിൽ ഞാനും വരാം, ശബ്ദിച്ചു പോകരുത്. നിനക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് പെട്രേച്ചിന്റെ ഓർഡറിനെതിരെ നീ സംസാരിച്ചത്? അപ്പോൾ പെട്രേച്ച് ഒറ്റക്ക് മൈനർ പ്രീസ്റ്റിനെ ആ ഒരു ട്രാപ്പിലേക്ക് ലൂർ ചെയ്യുവാണല്ലേ? പക്ഷേ ഞാൻ ഒരിക്കലും ഇതുപോലെ വിചാരിച്ചിട്ടില്ല. അതോറിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്വന്തം മകനെ വരെ. അപ്പോൾ മൈനർ പ്രീസ് നമുക്ക് പോയാലോ? പിന്നെ കാണിക്കുന്നത് ഡിമോണിക് കൾട്ടിൻ്റെ ഒരു മോർച്ചറിയാണ്. അവിടേക്ക് ഒരു ട്രോളായിട്ട് കുറച്ച് പേർ വരുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് സാർമ അത് ശ്രദ്ധിക്കുന്നത്. അല്ല, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ ബോഡി ഇവിടെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇവിടെ കാണാത്ത പോലെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബോഡി നമ്മുടെ പെട്രേച്ചിനെ കാണിക്കേണ്ടതുകൊണ്ട് ഞങ്ങളിതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുവാണ്. ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു സൈഡിലേക്ക് ആ ഒരു കാർട്ട് തിരിച്ചു. അല്ല, നിങ്ങൾ എങ്ങോട്ടാടി പോകുന്നത്? പെട്ടെന്നാണ് അവൻ്റെ കൈ വന്ന് അവനെ തടഞ്ഞത്. സർമ, ഇത് പെട്രേസിൻ്റെ ഡയറക്റ്റ് ഓർഡറാണ്. താങ്കൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ല, താങ്കൾ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ നടപ്പുണ്ട്. പെട്രേസും ബാക്കിയുള്ളവരും ആ ഒരു ഗ്രാൻഡ് ഹാളിലുണ്ട്. താങ്കൾ ഇവിടേക്ക് പോകുന്നില്ലേ? ഗ്രാൻഡ് ഹാളോ? അത് മീറ്റിംഗ് ഉള്ളപ്പോൾ മാത്രം തുറക്കുന്നതല്ലേ? നീ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ താങ്കൾ അറിഞ്ഞില്ലേ? മീറ്റിംഗ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 15 മിനിറ്റായി. താങ്കൾ അവിടേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണമെന്നേ ഞാൻ പറയത്തുള്ളൂ. മീറ്റിങ്ങോ? എന്തിനെ പറ്റിയാണ് അപ്പോൾ ഈ മീറ്റിംഗ്? അത് മൈനർ പ്രീസ്റ്റിനെ ഡീത്രോൺ ചെയ്യാനുള്ള മീറ്റിംഗ് ആണ്. ഇതും കേട്ടപ്പോൾ നമ്മുടെ സാർമയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി. എങ്കിൽ ഞാൻ തിരിച്ചു പോകുവാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരിച്ച് പോകുന്നുമുണ്ട്. അവൻ എന്തായാലും മൈനർ പ്രീസ്റ്റിൻ്റെ കൂടെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ നിനക്ക് ഭാഗ്യമില്ല, നീ അവിടെ ചെല്ലാൻ നിർത്ത്. മൈനർ പ്രീസ്റ്റ് അവിടെ ഉണ്ടാകുന്നതല്ല. ഒരു സമയത്ത് സാറുമായും അവിടേക്ക് എത്തിയിരുന്നു. അല്ല, ഈ ഒരു മീറ്റിംഗ് മൈനർ പ്രീസ്റ്റിനുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മാത്രം ഇവിടെ കാണുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഫോളോവറുള്ള എൽഡർ ഹുവാൻ ഇവിടെയുണ്ട്. സർമ, മുന്നിലേക്ക് വരൂ. യെസ് സർ പെട്രിയാച്ച്. അങ്ങനെ അവൻ നേരെ പെട്രിയാച്ചിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. സർമ, കുറച്ചു മുമ്പ് താങ്കൾ എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഇവിടെ പറയേണ്ടതാണ്. തീർച്ചയായും. സർമ, താങ്കൾ കണ്ടിരുന്നോ മൈനർ പ്രീസ്റ്റായിട്ടുള്ള ഇയോൺ ചിയോൺ നമ്മുടെ സെക്കൻഡ് എൽഡറുള്ള ബോങ് ജി ഗിയോനെ ആംബുഷ് ചെയ്ത് കൊന്നത്? പെട്രിയാച്ച്, അത് പിന്നെ പെട്ടെന്നാണ് അവൻ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് അവനോടൊക്കെ സംസാരിച്ചത്. സർമ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരം മാത്രമേ താങ്കളുടെ വായിൽ നിന്ന് വരാൻ പാടുള്ളൂ. അങ്ങനെയല്ലെങ്കിൽ താങ്കളുടെ ശരീരത്തുള്ള ആ ഒരു പോയ്സണസ് ഇൻസെറ്റ് ഇപ്പം തന്നെ എക്സ്പ്ലോഡ് ആയി താങ്കൾ മരിക്കുന്നതായിരിക്കും. ഞാൻ ഒരു തവണ താങ്കളോട് ചോദിക്കും, മൈനർ പ്രീസ്റ്റായിട്ടുള്ള ഇയോൺ ചിയോൺ സെക്കൻഡ് എൽഡറുള്ള ബോങ് ജി ഗിയോങ്ങിനെ മർഡർ ചെയ്യുന്നത് താങ്കൾ കണ്ടിരുന്നു? മൈനർ പ്രീസ്റ്റായിട്ടുള്ള ഇയോൺ ചിയോൺ
സെക്കൻഡ് എൽഡറിനെ ആംബുഷ് ചെയ്തില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ പെട്രേച്ചിന് ശരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുമാത്രമല്ല മൈനർ പ്രീസ്റ്റ് ഇനി എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെട്രേച്ചേട്ടെ ആ ഒരു എനർജി എല്ലാം കൂടെ ഗ്യാദർ ചെയ്ത് ആ ഒരു ഇൻസെൻ്റെ ശരീരത്തിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. പിന്നെ മൈനർ പ്രീസ്റ്റ് ഡയറക്റ്റ് അല്ല ബോങ് ജിയോനെ കൊന്നത്. അല്ല ഇവരെന്താണ് റിയാക്ട് ചെയ്യാത്തത്? അദ്ദേഹത്തിനെ കൊല്ലാൻ കാരണം സെക്കൻഡ് എൽഡർ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ പെട്രേച്ച് അവിടുന്ന് ചാടി സാർ മാവിനെ അറ്റാക്ക് ചെയ്യുന്ന വക്കത്ത് വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് അവനെ ബ്ലോക്ക് ചെയ്തത്. ആ ബ്ലോക്ക് ചെയ്തത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ എൽഡർ ഹ്വാനു ആയിരുന്നു. ഇത് കണ്ടപ്പോൾ പെട്രേച്ചും ഒന്ന് ഞെട്ടി. ആ സമയത്ത് തന്നെ നമ്മുടെ സാർമ ഉച്ചത്തി പറയുകയും ചെയ്യും, നമ്മുടെ മൈനർ പ്രീസ്റ്റ് അദ്ദേഹത്തിനെ കൊല്ലാനുള്ള കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് എൽഡർ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.